ഹായ് ഫ്രണ്ട്സ്, PSC കോച്ചിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങിയാണ്. കറണ്ട് അഫയേഴ്സ് എന്ന ഭാഗമാണ് ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ജനുവരി 2020 പ്രധാനപ്പെട്ട എല്ലാ കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുകളും നമ്മൾ പഠിക്കും. ഈ കറണ്ട് അഫയേഴ്സ് ഭാഗം പഠിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിക് പോർഷനും കൂടെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനടി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പൗരത്വ ഭേദഗതിക്ക് എതിരെ നിയമം പാസാക്കിയ ആദ്യ നിയമസഭ കേരളമാണ്. പൗരത്വ ഭേദഗതിക്ക് എതിരെ നിയമം പാസാക്കിയ ആദ്യ നിയമസഭ. എന്താണ് ഈ പൗരത്വ ഭേദഗതി നിയമം? 2014 ഡിസംബർ 31 അതിനു മുമ്പോ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, പാഴ്സി മത വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം അനുവദിക്കുന്ന നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം. ഈ പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത് 2019 ഡിസംബർ 10 പൗരത്വ ബില്ല് ലോക്സഭ പാസാക്കിയത് 2019 ഡിസംബർ 10 പൗരത്വ ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 11 പൗരത്വ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. അപ്പോൾ ലോക്സഭയിലെ ബില്ല് പാസാക്കിയത് 2019 ഡിസംബർ 10, രാജ്യസഭയിൽ ബിൽ പാസാക്കിയത് 2019 ഡിസംബർ 11, പ്രസിഡന്റ് ബില്ല് ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളുടെ സമ്പൂർണ്ണ നിരോധനം കേരളത്തിൽ നിലവിൽ വന്നതെന്ന്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളുടെ സമ്പൂർണ്ണ നിരോധനം കേരളത്തിൽ നിലവിൽ വന്നത് 2020 ജനുവരി 1. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ പുതിയ പേരെന്ത്? റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPFൻ്റെ പുതിയ പേരാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസ്. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ നിലവിലെ പേര് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസ് എന്നാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയാണ് ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി. ഇന്ത്യയുടെ നാവികസേനാ മേധാവിയാണ് അഡ്മിറൽ കരംബീർ സിംഗ്. അഡ്മിറൽ കരംബീർ സിംഗ് ആണ് ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവി. വ്യോമസേനാ മേധാവിയാണ് RKS ഭദൗരിയ. RKS ഭദൗരിയാണ് വ്യോമസേനാ മേധാവി. ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവിയാണ് ബിപിൻ റാവത്ത്. ഇന്ത്യയുടെ സംയുക്ത സേനാ സൈനിക മേധാവിയാണ് ബിപിൻ റാവത്ത്. ഇന്ത്യയിൽ കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 15. കരസേനാ ദിനമാണ് ജനുവരി 15. നാവികസേനാ ദിനം ഡിസംബർ 4. വ്യോമസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 8. സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് എതിരെയുള്ള വിവേചനത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏത്? സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് എതിരെയുള്ള വിവേചനത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ. ജസ്റ്റിസ് കെ ഹേമ കമ്മീഷനാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് എതിരെയുള്ള വിവേചനത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ. 6 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത പൂർണ്ണ മാളവത്ത്. പൂർണ്ണ മാളവത്താണ് 6 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. മുന്നാക്ക വിഭാഗത്തിലെ പിന്നാക്കക്കാർക്കുള്ള 10% സംവരണത്തെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മീഷൻ. സംവരണ നിയമം നിലവിൽ വന്നത് ഭരണഘടനയുടെ 103 ഭേദഗതി പ്രകാരമാണ്. ലോക്സഭയിലെ ബില്ല് പാസാക്കിയത് 2019 ജനുവരി 8. ലോക്സഭയിലെ സംവരണ നിയമം ബില്ല് പാസാക്കിയത് 2019 ജനുവരി 8. രാജ്യസഭയിൽ ബില്ല് പാസാക്കിയത് 2019 ജനുവരി 9. ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ജനുവരി 12. സംവരണ നിയമം നിലവിൽ വന്നത് 2019 ജനുവരി 14. അപ്പോൾ ലോക്സഭയിൽ
2019 ജനുവരി 8 ബില്ല് പാസ്സാക്കുന്നു. രാജ്യസഭയിൽ 2019 ജനുവരി 9 ബില്ല് പാസ്സാക്കുന്നു. പ്രസിഡന്റ് 2019 ജനുവരി 12 ബില്ല് ഒപ്പുവെക്കുന്നു. സംവരണ നിയമം നിലവിൽ വരുന്നത് 2019 ജനുവരി 14 കേരളത്തിലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനായിട്ട് തുടങ്ങിയ പോർട്ടൽ ഏത്? മിത്രമാണ് കേരളത്തിലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് തുടങ്ങിയ പോർട്ടൽ. കേരളത്തിലെ 18ാമതായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏത്? കരിമ്പുഴ വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ 18ാമതായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതം. 227.97 ചതുരശ്ര കിലോമീറ്ററാണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തൃതി. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൽ നിന്നും ശുദ്ധജലം ഉണ്ടാക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏത്? മേഘദൂതാണ് അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൽ നിന്നും ശുദ്ധജലം ഉണ്ടാക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി. ചെറിയ റോക്കറ്റുകളുടെ വിക്ഷേപണത്തിനായി പുതിയ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് എവിടെ? തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് ചെറിയ റോക്കറ്റുകളുടെ വിക്ഷേപണത്തിനായിട്ട് പുതിയ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത്. നിലവിലെ ISROയുടെ ചെയർമാനാണ് കെ ശിവൻ. കാഴ്ച പരിമിതർക്ക് കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയാൻ സഹായിക്കുന്നതിനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ മണിയാണ് കാഴ്ച പരിമിതർക്ക് കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ. മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ എന്നതാണ് മണിയുടെ പൂർണ്ണരൂപം. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത ദാസാണ് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ. അദ്ദേഹം 25ാമത് റിസർവ് ബാങ്ക് ഗവർണറാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ശുചിത്വ സർവേയിൽ തുടർച്ചയായി 4ാം തവണയും ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണ് ഇൻഡോർ. മധ്യപ്രദേശിലെ ഇൻഡോറാണ് കേന്ദ്ര സർക്കാരിൻ്റെ ശുചിത്വ സർവേയിൽ തുടർച്ചയായി 4ാം തവണയും ഏറ്റവും വൃത്തിയായ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏറ്റവും വൃത്തി കുറഞ്ഞ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊൽക്കത്തയാണ്. ബംഗാളിലെ കൊൽക്കത്തയാണ് ഏറ്റവും വൃത്തി കുറഞ്ഞ നഗരം. രാജ്യത്ത് ആദ്യമായിട്ട് ചെസ് ടൂറിസം നടപ്പിലാക്കുന്ന സംസ്ഥാനം? കേരളമാണ് രാജ്യത്ത് ആദ്യമായിട്ട് ചെസ് ടൂറിസം നടപ്പിലാക്കുന്ന സംസ്ഥാനം. റെയിൽവേയുടെ വിവിധ സേവനങ്ങൾക്കുള്ള പുതിയ ടോൾ ഫ്രീ നമ്പർ 139 റെയിൽവേയുടെ വിവിധ സേവനങ്ങൾക്കായിട്ടുള്ള പുതിയ ടെലിഫോൺ ടോൾ ഫ്രീ നമ്പർ. 2019 നടന്ന 68ാമത് ദേശീയ സീനിയർ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് കേരളമാണ്. 2019 നടന്ന 68ാമത് ദേശീയ സീനിയർ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത്. പുരുഷ വിഭാഗം കിരീടം നേടിയത് തമിഴ്നാടാണ്. തകഴി സ്മാരക സമിതി നൽകുന്ന 2019 തകഴി സ്മാരക പുരസ്കാരത്തിന് അർഹനായത്? ശ്രീകുമാരൻ തമ്പിയാണ് തകഴി സ്മാരക സമിതി നൽകുന്ന 2019 തകഴി സ്മാരക പുരസ്കാരത്തിന് അർഹനായത്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ചെറുചിത്രം ദ റിയൽ ലൈഫ് മജീഷ്യൻ എന്നതാണ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ചെറുചിത്രം. മുഴുവൻ ജനങ്ങൾക്കും അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി കെ ഫോൺ ആണ് മുഴുവൻ ജനങ്ങൾക്കും അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. 1974 ശേഷം പുനഃപ്രസിദ്ധീകരണം ആരംഭിച്ച വള്ളത്തോളിൻ്റെ ആരോഗ്യ ഗ്രന്ഥം ആരോഗ്യ ചിന്താമണിയാണ് 1974 ശേഷം പുനഃപ്രസിദ്ധീകരിച്ച വള്ളത്തോളിൻ്റെ ആരോഗ്യ ഗ്രന്ഥം. അടുത്തിടെ നേപ്പാൾ അവകാശവാദം ഉയർത്തിയ ഇന്ത്യയിലെ ഭൂപ്രദേശം? കാലാപാനി. ഉത്തരാഖണ്ഡിലെ പിത്തോർഗഡ് ജില്ലയിലെ കാലാപാനിയാണ് അടുത്തിടെ നേപ്പാൾ അവകാശം ഉയർത്തിയ ഇന്ത്യയിലെ ഭൂപ്രദേശം. 2020 ജനുവരിയിൽ കാട്ടുതീ പടർന്നതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം? ഓസ്ട്രേലിയയാണ് 2020 കാട്ടുതീ പടർന്നതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് സ്കോട്ട് മോറിസൺ. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറയാണ് ഓസ്ട്രേലിയയിലെ തലസ്ഥാനം. മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള ഓസ്കാർ അവാർഡിനുള്ള മത്സരത്തിൽ ഇടം നേടിയ ഇന്ത്യൻ സിനിമ? മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള ഓസ്കാർ അവാർഡ് മത്സരത്തിൽ ഇടം നേടിയ ഇന്ത്യൻ സിനിമയാണ് ദി ലാസ്റ്റ് കളർ. വികാസ് ഖന്നയാണ് സംവിധായകൻ. മുഖ്യ കഥാപാത്രമായി അഭിനയിക്കുന്നത് നീന ഗുപ്ത.
ഇറാഖിലെ തലസ്ഥാനമായ ബാഗ്ദാദിലെ വിമാനത്താവളത്തിൽ അമേരിക്ക നടത്തിയ വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാഖ് സൈനിക തലവൻ ഖാസിം സുലൈമാനി. ഖാസിം സുലൈമാനിയാണ് ഇറാഖിലെ തലസ്ഥാനമായ ബാഗ്ദാദിലെ വിമാനത്താവളത്തിൽ അമേരിക്ക നടത്തിയ വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാഖ് സൈനിക ജനറൽ. ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് സൈനിക വിഭാഗത്തിൻ്റെ ഭാഗമായ ഖുദ്സ് സേനാ മേധാവിയാണ് അദ്ദേഹം. ഇറാഖിൻ്റെ പ്രധാനമന്ത്രിയാണ് മുസ്തഫ അൽ ഖദിമി. ഇറാഖ് പ്രസിഡന്റ് ബർഹം സലീഹ്. ഇറാഖ് കറൻസിയാണ് ഇറാഖി ദിനാർ. KT അഷ്റഫ് രചിച്ച ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമേത്? നീതിയുടെ ധീരസഞ്ചാരം. നീതിയുടെ ധീരസഞ്ചാരമാണ് KT അഷ്റഫ് രചിച്ച ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം. സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജിയും തമിഴ്നാട് മുൻ ഗവർണറുമായിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഫോബ്സ് പുറത്തുവിട്ട കഴിഞ്ഞ ദശകത്തിൽ ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ച കായിക താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഫ്ലോയ്ഡ് മെയ്വെതർ. അമേരിക്കൻ ബോക്സറായ ഫ്ലോയ്ഡ് മെയ്വെതറാണ് ഫോബ്സ് പുറത്തുവിട്ട കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ച കായിക താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് എത്തിയത്. മോൾഡോവ യൂണിവേഴ്സിറ്റിയുടെ വിസിറ്റിംഗ് പ്രൊഫസർ ബഹുമതി നേടിയ ആദ്യ ഇന്ത്യക്കാരി. മോൾഡോവ യൂണിവേഴ്സിറ്റിയുടെ വിസിറ്റിംഗ് പ്രൊഫസർ ബഹുമതി ലഭിച്ച ആദ്യ ഇന്ത്യക്കാരാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായ KK ശൈലജ. കുമാരനാശാൻ്റെ ജീവിതം പ്രമേയമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ് കുമാരനാശാൻ്റെ ജീവിതം പ്രമേയമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമ. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതി ആവാസ്. ആവാസാണ് ഇതര സംസ്ഥാനത്തിലെ തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതി. വസായി ഫൈൻ ആർട്സ് സൊസൈറ്റി യുവ കലാകാരന്മാർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ പ്രഥമ ബാലഭാസ്കർ പുരസ്കാരത്തിന് അർഹനായത് KJ ദിലീപ്. KJ ദിലീപാണ് പ്രഥമ ബാലഭാസ്കർ പുരസ്കാരത്തിന് അർഹനായത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. മെഡിസെപ്പാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറലാണ് CP സുധാകര പ്രസാദ്. CP സുധാകര പ്രസാദാണ് കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ. മലിനജലം പുനരുപയോഗിക്കാനായിട്ട് H2O പ്ലാന്റ് ആരംഭിച്ച നഗരസഭ മലപ്പുറം. മലപ്പുറമാണ് മലിനജലം പുനരുപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് H2O പ്ലാന്റ് ആരംഭിച്ച ആദ്യ നഗരസഭ. പ്രശസ്ത മലയാളി എഴുത്തുകാരനായ സേതുവിൻ്റെ ഇംഗ്ലീഷ് നോവൽ ദി കുക്കൂസ് നെസ്റ്റ്. ദി കുക്കൂസ് നെസ്റ്റ് ആണ് സേതുവിൻ്റെ ഇംഗ്ലീഷ് നോവൽ. സേതുവിൻ്റെ പ്രധാന കൃതിയാണ് പാണ്ഡവപുരം. പാണ്ഡവപുരമാണ് സേതുവിൻ്റെ പ്രധാന കൃതി. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ വ്യാപാര വെബ്സൈറ്റ് ജെം. ജെം ആണ് സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുവാനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ വ്യാപാര വെബ്സൈറ്റ്. സംസ്ഥാനത്തിൻ്റെ അർദ്ധ അതിവേഗ റെയിൽവേ പാതയുടെ പേര് സിൽവർ ലൈൻ. സംസ്ഥാനത്തിൻ്റെ അർദ്ധ അതിവേഗ റെയിൽവേ പാതയുടെ പേരാണ് സിൽവർ ലൈൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് പാത. 2020 ആക്രമണത്തിന് ഇരയായ നംഖാന ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലാഹോറിലാണ് 2020 ആക്രമണത്തിന് ഇരയായ നംഖാന ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്നത്. സൂപ്പർ സ്മാഷ് ലീഗിൽ ഒരു ഓവറിൽ 6 സിക്സറുകൾ പായിച്ച ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരമാണ് ലിയോ കാർട്ടർ. 2019 പത്മപ്രഭ പുരസ്കാരം നേടിയത് സന്തോഷ് ഏച്ചിക്കാനം. സന്തോഷ് ഏച്ചിക്കാനമാണ് 2019 പത്മപ്രഭ പുരസ്കാരം നേടിയത്. 2017 പുരസ്കാര ജേതാവാണ് പ്രഭാവർമ്മ. 2018 പുരസ്കാര ജേതാവ് കൽപ്പറ്റ നാരായണൻ. 2020 കേരള സർക്കാരിൻ്റെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ഇളയരാജ. ഇളയരാജയ്ക്കാണ് 2020 കേരള സർക്കാരിൻ്റെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2019 പുരസ്കാരം ലഭിച്ചത് P. സുശീലയ്ക്കാണ്. 2021 ഹരിവരാസനം പുരസ്കാര ജേതാവാണ് വീരമണി രാജു. ഹേമന്ത് സോറനാണ് ജാർഖണ്ഡിലെ 11ാമത് മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലേറ്റത്. റഷ്യയിൽ നടന്ന വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ കിരീടം നേടിയത് കൊനേരു ഹംപി. കൊനേരു ഹംപിയാണ്
റഷ്യയിൽ നടന്ന വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ കിരീടം നേടിയത്. പുരുഷ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ. ഹിമാചൽ പ്രദേശിലെ റോഹ്തങ് ചുരത്തിൻ്റെ ഭാഗമായ ടണലിൻ്റെ പേര് അടൽ ടണൽ. അടൽ ടണൽ എന്നതാണ് ഹിമാചൽ പ്രദേശിലെ റോഹ്തങ് ചുരത്തിന് ഭാഗമായിട്ടുള്ള ടണലിൻ്റെ പേര്. തീരദേശ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി കേരള സർക്കാർ പദ്ധതിയാണ് പുനർഗേഹം. പുനർഗേഹമാണ് തീരദേശ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനായിട്ട് കേരള സർക്കാരിൻ്റെ പദ്ധതി. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ഒറ്റയ്ക്ക് ചിലവഴിച്ച വനിത ക്രിസ്റ്റീന കോച്ച്. ക്രിസ്റ്റീന കോച്ചാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ഒറ്റയ്ക്ക് ചിലവഴിച്ച വനിത. കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്ത ടീനേജറായിട്ട് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് മലാല യൂസഫ്സായി. മലാല യൂസഫ്സായി ആണ് കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്ത ടീനേജറായിട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത്. ആരുടെ പ്രസംഗ പരമ്പരകൾ അടങ്ങിയ പുസ്തകമാണ് നോ വൺ ഈസ് ടു സ്മോൾ ടു മേക്ക് എ ഡിഫറൻസ്. നോ വൺ ഈസ് ടു സ്മോൾ ടു മേക്ക് എ ഡിഫറൻസ് എന്നത് ഗ്രേറ്റ ട്യൂൺബർഗിൻ്റെ പ്രസംഗങ്ങൾ അടങ്ങുന്ന പരമ്പരയാണ്. ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സോറൻ മിലാനോവിച്ച്. സോറൻ മിലാനോവിച്ച് ആണ് ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച ചിത്രത്തിനുള്ള 77ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് 1917. 1917 എന്ന ചിത്രമാണ് മികച്ച ചിത്രത്തിനുള്ള 77ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത്. മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ജാക്വിസ് ഫിനിക്സ്. ജോക്കർ എന്ന ചിത്രത്തിലെ നടനായിട്ടുള്ള ജാക്വിസ് ഫിനിക്സിനാണ് മികച്ച നടനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത്. മികച്ച നടി റിനി സെൽവെഗർ. റിനി സെൽവെഗർ ആണ് മികച്ച നടി. മികച്ച സംവിധായകൻ സാം മെൻഡിസ്. 1917 എന്ന ചിത്രം സംവിധാനം ചെയ്ത സാം മെൻഡിസ് ആണ് മികച്ച സംവിധായകൻ. യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുപോകാൻ വേണ്ടി നടപടികൾ പൂർത്തിയാക്കിയ രാജ്യം ബ്രിട്ടൻ. ബ്രിട്ടനാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുപോകാൻ വേണ്ടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ രാജ്യം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. കൺസർവേറ്റീവ് പാർട്ടി അംഗമാണ് ബോറിസ് ജോൺസൺ. ബ്രിട്ടൻ പുറത്തു പോകുന്നതിന് കൂടി യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളുടെ എണ്ണം 27 ആകും. 27 അംഗങ്ങളാകും ബ്രിട്ടൻ പുറത്തു പോകുമ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ആകെ അംഗങ്ങൾ. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ്. ബെൽജിയൻ തലസ്ഥാനമായ ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് വിനോദ് കുമാർ ശുക്ല. വിഖ്യാത ഹിന്ദി നോവലിസ്റ്റ് ആണ് വിനോദ് കുമാർ ശുക്ല. അദ്ദേഹത്തിനാണ് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ രചന ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്നതാണ് അദ്ദേഹത്തിൻ്റെ രചന. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റാണ് ചന്ദ്രശേഖർ കമ്പാർ. ചന്ദ്രശേഖര കമ്പാറാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. 2020 ജനുവരിയിൽ അന്തരിച്ച മലബാറിൽ നിന്നുള്ള ആദ്യ വനിതാ മന്ത്രി എം കമലം. എം കമലമാണ് 2020 ജനുവരിയിൽ അന്തരിച്ച മലബാറിൽ നിന്നുള്ള ആദ്യ വനിതാ മന്ത്രി. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന താരം ക്രിസ്റ്റീൻ സിൻക്ലയർ. കാനഡ താരമാണ് ക്രിസ്റ്റീൻ സിൻക്ലയർ. ക്രിസ്റ്റീൻ സിൻക്ലയറിനാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമെന്ന ബഹുമതി ഉള്ളത്. വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദി ഇയർ 2019 പുരസ്കാരം നേടിയത് റാണി റാംപാൽ. ഇന്ത്യയുടെ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റനായ റാണി റാംപാലാണ് വേൾഡ് ഗെയിംസിൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ 2019 പുരസ്കാര ജേതാവ്. ഇന്ത്യയുടെ 33ാമത് വിദേശകാര്യ സെക്രട്ടറിയായിട്ട് നിയമിതനായത് ഹർഷവർദ്ധൻ ശൃംഗ്ല. ഹർഷവർദ്ധൻ ശൃംഗ്ലയാണ് ഇന്ത്യയുടെ 33ാമത് വിദേശകാര്യ സെക്രട്ടറിയായിട്ട് നിയമിതനായത്. ബംഗ്ലാദേശ് സ്ഥാപകനായ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ 100ാം ജന്മവാർഷികത്തിൻ്റെ മുഖ്യ അതിഥിയായത് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് ബംഗ്ലാദേശ് സ്ഥാപകനായ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ 100ാം ജന്മവാർഷികത്തിൻ്റെ മുഖ്യ അതിഥി ആയിരുന്നത്. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. ആവാമി ലീഗ് പാർട്ടി നേതാവ് ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. വിദേശ ക്ലബ്ബിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോളർ ബാലാദേവി. മണിപ്പൂർ താരമായ ബാലാദേവിയാണ് വിദേശ ക്ലബ്ബിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോളർ. ഖത്തറിലെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ ഥാനി. ഷെയ്ഖ് ഖാലിഫ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ ഥാനിയാണ് ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം നിലവിൽ വരുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ
ധ്യാന കേന്ദ്രം നിലവിൽ വരുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ 2019 ഹിന്ദി വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് സംവിധാൻ. സംവിധാൻ എന്നതാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ 2019 ഹിന്ദി വാക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണഘടന എന്നാണ് സംവിധാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. വാഹനാപകടങ്ങളിൽ ആദ്യത്തെ 48 മണിക്കൂറിലെ ചികിത്സാ ചെലവ് വഹിക്കുന്ന സർക്കാർ പദ്ധതി ഗോൾഡൻ അവർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഗോൾഡൻ അവർ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് വാഹന അപകടങ്ങളിൽ ആദ്യ 48 മണിക്കൂർ ചികിത്സാ സഹായം വഹിക്കുന്ന സർക്കാർ പദ്ധതി. ഇന്ത്യയിലെ മൂന്നാമത്തെ സ്വകാര്യ ട്രെയിൻ സർവീസ് കാശി മഹാകാൽ എക്സ്പ്രസ്. കാശി മഹാകാൽ എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ മൂന്നാമത്തെ സ്വകാര്യ ട്രെയിൻ സർവീസ്. ഈ ട്രെയിൻ സർവീസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഓംകാരേശ്വർ, ഇൻഡോറിലെ ഓംകാരേശ്വർ, മഹാകാലേശ്വർ, ഉജ്ജയിൻ മഹാകാലേശ്വരം, കാശി വിശ്വനാഥ്, വാരാണസി. ഇൻഡോർ മുതൽ വാരാണസി വരെയാണ് കാശി മഹാകാൽ എക്സ്പ്രസ് ഓടുന്നത്. ഇന്ത്യയിലെ പ്രഥമ സ്വകാര്യ ട്രെയിൻ സർവീസാണ് ഡൽഹി ലക്നൗ തേജസ് എക്സ്പ്രസ്. ഇന്ത്യയിലെ പ്രഥമ സ്വകാര്യ ട്രെയിൻ സർവീസാണ് ഡൽഹി ലക്നൗ തേജസ് എക്സ്പ്രസ്. ഇന്ത്യയിലെ രണ്ടാമത്തെ സ്വകാര്യ തീവണ്ടി സർവീസാണ് മുംബൈ അഹമ്മദാബാദ് ട്രെയിൻ തേജസ് എക്സ്പ്രസ്. മുംബൈ അഹമ്മദാബാദ് തേജസ് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ രണ്ടാമത്തെ സ്വകാര്യ തീവണ്ടി സർവീസ്. റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കഥ പറയുന്ന സിനിമ കാറ്റ് കടൽ അതിരുകൾ. സംവിധാനം ചെയ്തത് സമദ് മങ്കട. സമദ് മങ്കട സംവിധാനം ചെയ്ത കാറ്റ് കടൽ അതിരുകൾ എന്നതാണ് റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കഥ പറയുന്ന സിനിമ. അടുത്തിടെ അന്തരിച്ച പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആദ്യ മലയാളി വനിത ജമീല മാലിക്. ജമീല മാലിക്കാണ് അടുത്തിടെ അന്തരിച്ച പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആദ്യ മലയാളി വനിത. 2020 ടൈലർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പവൻ സുഖ്ദേവ്. പവൻ സുഖ്ദേവിനാണ് 2020 ടൈലർ പുരസ്കാരം ലഭിച്ചത്. പരിസ്ഥിതി നോബൽ എന്ന് അറിയപ്പെടുന്ന പുരസ്കാരമാണ് ടൈലർ പുരസ്കാരം. കലാസാഹിത്യ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനത്തിലുള്ള ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ പുരസ്കാരം നേടിയത് സഞ്ജന കപൂർ. സഞ്ജന കപൂറിനാണ് കലാസാഹിത്യ രംഗത്ത് ശ്രദ്ധേയ പ്രവർത്തനത്തിലുള്ള ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ പുരസ്കാരം ലഭിച്ചത്. 4 ദശാബ്ദങ്ങൾ NBA കളിച്ച ആദ്യ താരം വിൻസ് കാർട്ടർ. വിൻസ് കാർട്ടറാണ് 4 ദശാബ്ദങ്ങളിൽ NBA കളിച്ച ആദ്യ ബാസ്കറ്റ്ബോൾ താരം. ശബരിമല യുവതീ പ്രവേശന വിഷയം പരിഗണിക്കാനുള്ള 9 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് S.A. ബോബ്ഡെ. ജസ്റ്റിസ് S.A. ബോബ്ഡെ ആയിരുന്നു ശബരിമല യുവതീ പ്രവേശന വിഷയം പരിഗണിക്കാനുള്ള 9 അംഗ ഭരണഘടനാ ബെഞ്ച് അധ്യക്ഷൻ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 47ാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് S.A. ബോബ്ഡെ. ശബരിമല യുവതീ പ്രവേശനം അംഗീകരിച്ച സുപ്രീം കോടതി വിധി പാസാക്കിയത് 2018 സെപ്റ്റംബർ 28-നാണ്. 2018 സെപ്റ്റംബർ 28-നാണ് ശബരിമല യുവതീ പ്രവേശനം അംഗീകരിച്ച സുപ്രീം കോടതി വിധി പാസാക്കിയത്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയാണ് ഈ വിധി പാസാക്കിയത്. അടുത്തിടെ നാസ കണ്ടെത്തിയ ഭൂമിയോളം വലിപ്പമുള്ള മറ്റൊരു ഗ്രഹം TOI 700d. അടുത്തിടെ നാസ കണ്ടെത്തിയ ഭൂമിയോളം വലുപ്പമുള്ള മറ്റൊരു ഗ്രഹമാണ് TOI 700d. ടെസ് എന്ന ഉപഗ്രഹമാണ് ഇത് കണ്ടെത്തിയത്. ബഹിരാകാശ യാത്രികർക്ക് പരിശീലനം നൽകാനായി ISROയുടെ പുതിയ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ തുടങ്ങുന്നത് എവിടെ? കർണാടകയിലെ ചിത്രദുർഗയിലാണ് ISRO പുതിയ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ തുടങ്ങുന്നത്. 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ പുതിയ പദ്ധതിയാണ് ഗഗൻയാൻ. 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് സൗജന്യ ഫോണുകൾ നൽകാൻ തീരുമാനിച്ച നഗരസഭ മലപ്പുറം. മലപ്പുറം നഗരസഭയാണ് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് സൗജന്യ ഫോണുകൾ നൽകാൻ തീരുമാനിച്ച നഗരസഭ. ഹലോ മലപ്പുറം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഫോണുകൾ വിതരണം ചെയ്യുന്നത്. M. മുകുന്ദൻ്റെ മയ്യഴിയുടെ തീരങ്ങളിൽ എന്ന നോവൽ അറബിയിലേക്ക് തർജ്ജമ ചെയ്തത് അലാവുദ്ദീൻ ഹുദവി. അലാവുദ്ദീൻ ഹുദവിയാണ് M. മുകുന്ദൻ്റെ മയ്യഴിയുടെ തീരങ്ങളിൽ എന്ന നോവൽ അറബിയിലേക്ക് തർജ്ജമ ചെയ്തത്. 2019 ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സാദിയോ മാനെ. സെനഗൽ താരമായ സാദിയോ മാനെയാണ് 2019 ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ദ ഇക്കണോമിസ്റ്റ് മാഗസിൻ നടത്തിയ സർവേയിൽ ലോകത്തിൽ അതിവേഗം വളരുന്ന നഗരങ്ങളിൽ 1-ാം സ്ഥാനം ലഭിച്ചത് മലപ്പുറം. മലപ്പുറത്തിനാണ് ദി ഇക്കണോമിക് മാഗസിൻ നടത്തിയ സർവേയിൽ ലോകത്തിൽ അതിവേഗം വളരുന്ന നഗരങ്ങളിൽ 1-ാം സ്ഥാനം ലഭിച്ചത്.
വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനത്തിൽ സംസ്ഥാനത്തെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതി ജീവനി. ജീവനി എന്ന പദ്ധതിയാണ് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനത്തിൽ സംസ്ഥാനത്തെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി. നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്നതാണ് ജീവനി പദ്ധതിയുടെ ആപ്തവാക്യം. പഠനത്തിൽ പിന്നോക്കക്കാരായ വിദ്യാർത്ഥികളെ മിടുക്കരാക്കുന്നതിന് വേണ്ടി ആഭ്യന്തര വകുപ്പ് തുടങ്ങിയ പദ്ധതിയാണ് ഹോപ്പ്. 2019 ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് എൻ പ്രഭാകരൻ. 2019 ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് എൻ പ്രഭാകരൻ. അദ്ദേഹത്തിൻ്റെ നോവൽ മായാ മനുഷ്യൻ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. 2017 അവാർഡ് ജേതാവാണ് ഐമനം ജോൺ. ഐമനം ജോണിൻ്റെ കഥകൾ എന്ന കൃതിക്കാണ് 2017 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2018 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് EV രാമകൃഷ്ണനാണ്. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് EV രാമകൃഷ്ണന് 2018 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് രാജ്യത്ത് ആദ്യമായി ഉപയോഗിച്ചത് ന്യൂഡൽഹി. ഡൽഹിയിലാണ് QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് രാജ്യത്ത് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. 2020 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് പട്ടികയിൽ 1ാം സ്ഥാനം ലഭിച്ചത് ജപ്പാൻ. ജപ്പാനാണ് 2020 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് പട്ടികയിൽ 1ാം സ്ഥാനം ലഭിച്ചത്. 2020 ഇന്ത്യയുടെ സ്ഥാനമാണ് 84. രാജ്യത്ത് അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാനായി വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം GSAT-30. GSAT-30 രാജ്യത്ത് അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാനായിട്ട് വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം. ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്ന് ഏരിയൻ 5 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. GSAT-30 ഭാരമാണ് 3450 കിലോഗ്രാം. 2020 ജനുവരിയിൽ അറബിക്കടലിൽ നടന്ന ചൈന പാക് നാവിക അഭ്യാസം സീ ഗാർഡിയൻസ് എന്നതാണ് 2020 ജനുവരിയിൽ അറബിക്കടലിൽ നടന്ന ചൈന പാക് നാവിക അഭ്യാസം. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ഗോദാർ തുറമുഖം. ഗോദാർ തുറമുഖമാണ് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന തുറമുഖം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആൻറ്റി സബ്മറൈൻ അന്തർജലാഗ്നി നാളിക. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആൻറ്റി സബ്മറൈൻ ടോർപിഡോയാണ് വരുണാസ്ത്ര. ടോർപിഡോ നിർമ്മിക്കുന്ന 8ാം രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും വേഗമേറിയ ഡ്രൈവറില്ലാ ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ച രാജ്യമാണ് ചൈന. 2022 ശൈത്യകാല ഒളിമ്പിക്സ് വേദിയാണ് ചൈനയിലെ ബെയ്ജിംഗ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജനുവരിയിലെ ബാക്കി കറണ്ട് അഫയേഴ്സും കൂടെ നോക്കാം. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം PSC കോച്ച്.